ഭർത്തന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയില് എന്നിലെ ഹീലറുടെ വഴികളിലൂടെ ഒരു സഞ്ചാരം എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അല്ലെ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അതിനകത്തൊരു ഹീലിംഗ് എങ്ങനെയാണ് ഏറ്റെടുക്കുന്നത്, അതിനുവേണ്ടി ഒരു ഹീലർ എന്തൊക്കെ കാര്യങ്ങൾ സഹിക്കേണ്ടി വരും, ഇങ്ങനെ പല കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നു. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഒരു ഹീലിംഗ് സെക്ഷൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുന്നിലിരിക്കുന്ന ക്ലയന്റിന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നതിനെ കുറിച്ചാണ് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. പ്രശ്നങ്ങൾ എന്ന് പറയാൻ കഴിയില്ല, അതൊരു അവസ്ഥയാണ്. ജസ്റ്റ് ഇന്ന അവസ്ഥകളിലൂടെ കടന്നു പോകും. ഇപ്പൊ ഞാൻ ഓൺലൈൻ ഹീലിംഗ് ആണ് കൊടുക്കുന്നത്. ആ സമയത്ത് ഓൺലൈൻ ഹീലിംഗ് കൊടുക്കുന്ന സമയത്ത് എന്റെ മുന്നിലിരിക്കുന്ന വ്യക്തി, ആ വ്യക്തിക്ക് ആ ഹീലിംഗിന്റെ പ്രസൻസ് ഫീൽ ചെയ്ത് അറിയാൻ സാധിക്കും. അവരുടെ ചക്രാസിലൂടെ എനർജി ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത്, അവരുടെ ഫിസിക്കൽ ബോഡിയിലൂടെ, ഓറയിലൂടെ എനർജി ഇങ്ങനെ പോകുന്ന സമയത്ത്, പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ആ ക്ലയന്റിന് അത് ശരിക്കും മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. ആ മനസ്സിലാക്കി എടുക്കുന്ന സമയത്ത് അവർക്ക് ഏതൊക്കെ ചക്രാസ്, ഇപ്പൊ ചക്ര സ്കാനിങ് എന്ന് പറഞ്ഞൊരു സംഭവം, ഒരു പ്രൊസീജിയർ ഉണ്ട്. ഓറ സ്കാനിങ്, ചക്ര സ്കാനിങ് എന്നൊക്കെ പറയും. അപ്പൊ ഒരു ഹീലർ അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഹീലർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ന വ്യക്തിയുടെ ഇന്ന ചക്രാസ് ആണ് ബ്ലോക്ക് എന്ന്. അപ്പൊ ഇന്ന ചക്രാസ് ബ്ലോക്ക് എന്ന് ഹീലർ മനസ്സിലാക്കുന്ന അതേ മൊമെന്റിൽ ക്ലയന്റിനും അത് മനസ്സിലാവും. പക്ഷെ അത് ബ്ലോക്ക് ആണോ എന്താന്ന് അവർക്കത് അനുഭവപ്പെടില്ല. പക്ഷെ അവിടെ ഒരു ചെറിയൊരു സ്പാർക്കിങ് പോലെ, ചെറിയൊരു പെയിൻ പോലെ, അല്ലെങ്കിൽ ചെറിയൊരു വൈബ്രേഷൻ ഫീലിംഗ് പോലൊക്കെ തോന്നും. അപ്പൊ നമ്മൾ ഹീലിംഗിന് ശേഷം ക്ലയന്റിനോട് ചോദിക്കും എങ്ങനെയാണ് ഫീൽ ചെയ്തെന്ന് ചോദിക്കുന്ന സമയത്ത് പറയും ഇന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ഫീൽ ചെയ്തു എന്ന് പറയും. അപ്പൊ അങ്ങനെ കേൾക്കുന്ന സമയത്ത് ഒരു ഹീലറെ സംബന്ധിച്ചിടത്തോളം അത് പരമമായ ഒരു സന്തോഷത്തെയാണ് തരുന്നത്. എനിക്കെന്ന് വെച്ചാൽ ഓരോ ഹീലിംഗ് ഞാൻ പറയുകയുണ്ട്, എപ്പോഴും അതിങ്ങനെ റിപ്പീറ്റ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് എനിക്ക് തോന്നുന്ന ആ ഒരു സന്തോഷം, ആ ഒരു പരമാനന്ദം, അത് മറ്റുള്ളവരോട് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു ഹീലിംഗ് അറ്റൻഡ് ചെയ്ത സമയത്ത് ആ മേഡത്തിന്റെ ശരീരം സ്റ്റാർട്ടിങ്ങിൽ നന്നായിട്ട് വിയർത്ത് അതിനുശേഷം ദേഹത്തൊക്കെ ചെറിയ ഓൾറെഡി മേഡത്തിന് നല്ല ബോഡി പെയിൻ ആണ്. കാരണമൊന്നുമില്ലാതെ ഫിസിക്കൽ ബോഡിയിൽ എല്ലാ പാർട്ടിലും, കാലിന്, കൈക്ക്, കഴുത്തിന്, തലയ്ക്ക് എന്ന് വേണ്ട സകലമാന സ്ഥലങ്ങളിലും പെയിൻ ആണ്. അപ്പൊ ഒരുപാട് കർമാസ് ഉണ്ട്, നമ്മൾ കൂടെ കൊണ്ടുവരുന്ന കർമാസ് ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഈ ജന്മത്തിന്റെ ജീവിതം അത് ജീവിച്ചു തീർക്കുമ്പോൾ ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സ് ഉണ്ട് അല്ലെ. നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ വാക്കുകൾ, ഇതൊക്കെ നെഗറ്റീവ് ആണെങ്കിൽ ഇതൊക്കെ നമ്മളെ വല്ലാത്ത രീതിയിൽ അഫക്ട് ചെയ്യും. അപ്പൊ അതൊക്കെ നമ്മുടെ ചക്രാസ് ബ്ലോക്ക് ആകാന് കാരണമാകും. അപ്പൊ ഒരു ഹീലർ ഇത് ക്ലെൻസിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ഒരു ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഹീലർക്ക് അത് ബോധ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കും. ഇന്ന വ്യക്തിക്ക് ഇന്ന പാർട്ടിൽ വേദനയുണ്ട്, അല്ലെങ്കിൽ അവിടെ അത് നന്നായിട്ട് ഹീലിംഗ് നടക്കുന്നുണ്ടെന്നുള്ളത് ഒരു ഹീലർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ആ മനസ്സിലാക്കിയെടുക്കുന്ന സമയത്ത് യൂണിവേഴ്സ് എത്രത്തോളം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള തോന്നൽ വരുന്ന സമയത്ത് ഒരു ഹീലർക്ക് വല്ലാത്തൊരു ആനന്ദം ഉണ്ടാകും. കാരണം മീഡിയേറ്റർ ആണ് അല്ലെ, യൂണിവേഴ്സിന്റെ മീഡിയേറ്റർ ആണ് ഇവിടെ ഹീലർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് എല്ലാം ഓരോ രീതിയിൽ ഡിഫറെന്റ് ആണ്. ഓരോ ക്ലയന്റിനും ഓരോ രീതിയിലുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അവരുടെ ആ എക്സ്പീരിയൻസ് കേൾക്കുന്ന സമയത്ത്, അത് ഫീൽ ചെയ്യുന്ന അറിയുന്ന സമയത്ത് ആ ഹീലർ ഓരോ കാര്യങ്ങളും പഠിക്കുകയാണ്. കാരണം ഓരോ ഹീലിംഗ് കഴിയുമ്പോഴും പുതിയ അനുഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ഹീലിംഗിലൂടെ മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഹീലിംഗിന് മുന്നേ ഡീറ്റെയിൽസ് പറയുമ്പോഴോ അല്ലെങ്കിൽ ഇന്ന പ്രോബ്ലംസ് ആണെന്ന് ഷെയർ ചെയ്യുമ്പോഴോ മനസ്സിലാക്കാൻ കഴിയില്ല. അത് ഹീലിംഗ് തുടങ്ങി, ഹീലിംഗിന്റെ സ്റ്റാർട്ട് മുതൽ എൻഡിങ് വരെയുള്ള ആ ഒരു മൊമെന്റിൽ ആ ഹീലർക്ക് അത് അറിയാൻ സാധിക്കും. അപ്പൊ ഓരോ ഹീലിംഗ് സെക്ഷനും എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയതാണ്. കാരണം ഓരോ വ്യക്തികളും പുതിയതാണ്, ഓരോ സോളും പുതിയതാണ്. അപ്പൊ ഓരോ അനുഭവങ്ങളാണ് ഓരോരുത്തർക്കും ഉണ്ടാകുന്നത്. കാരണം ഓരോരുത്തരും പൂർവ്വജന്മത്തിൽ എത്തരത്തിലുള്ള ജീവിതം ജീവിച്ചിട്ടാണ്, എങ്ങനെയുള്ള കാർമിക് അക്കൗണ്ടുമായിട്ടാണ് ജനിക്കുന്നതെന്ന് അറിയില്ല. അപ്പൊ ഓരോ വ്യക്തികളുടെ അനുഭവങ്ങൾ ഡിഫറെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടുന്ന, എന്നെ ഇപ്പം ഹീൽ ചെയ്യാമെങ്കിൽ എനിക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ആയിരിക്കില്ല മറ്റുള്ള ഹീൽ ചെയ്യുമ്പോൾ ആ ഹീലർക്ക് ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, നമുക്ക് ഓൾറെഡി 2 ഗ്രൂപ്പ് ഉണ്ട്. അത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഗ്രൂപ്പ് ഉണ്ടെന്ന്. അപ്പൊ ഗ്രൂപ്പിൽ നമ്മൾ ഹീലിംഗ് സെക്ഷൻ അറ്റൻഡ് ചെയ്തവരുടെ അനുഭവങ്ങളൊന്ന് ഷെയർ ചെയ്യാമെങ്കിൽ ഒത്തിരി ഡിഫറൻസ് ആണ്.
ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പം എല്ലാരും ചോദിക്കുക എന്താ ഇങ്ങനെ ഡിഫറൻസ് ആവുന്നതെന്ന് ചോദിക്കും. കാരണം കർമ്മങ്ങൾ ഡിഫറെന്റ് ആണ്, ജീവിതം ഡിഫറെന്റ് ആണ്, സോളിന്റെ പ്രായം ഡിഫറെന്റ് ആണ്, എല്ലാം വ്യത്യാസമാണ് അല്ലെ. ഒരു സോളിന്റെ പ്രായമല്ല വേറൊരു സോളിനുള്ളത്. അപ്പൊ ഇതെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അതിനകത്തുണ്ടാകുന്ന അനുഭവങ്ങളൊക്കെയും വ്യത്യാസമുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പം ഒരു ഹീലറെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓറ ക്ലെൻസ് ചെയ്തു, ചക്രാസിന്റെ ഓപ്പൺ ഒക്കെ മാറ്റി അതും ക്ലെൻസ് ചെയ്തു, സോറി ചക്രാസിന്റെ ബ്ലോക്ക് ഒക്കെ മാറ്റി അതും ഓപ്പൺ ആക്കി ക്ലെൻസ് ചെയ്ത് കൊടുത്തു. ഇതെല്ലാം കൊടുത്തതിന് ശേഷം ഇത് വീണ്ടും ബ്ലോക്ക് ആവുമോ, വീണ്ടും അവിടെ എന്തെങ്കിലും പ്രോബ്ലംസ് വരുമോ എന്നുള്ള ചോദ്യം ബാക്കിയാണ്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളൊരു ഷുഗർ പേഷ്യന്റിനോട് ഷുഗറിന് വേണ്ട അല്ലെങ്കിൽ ആ മരുന്നെടുക്കുന്ന സമയത്ത് ഡോക്ടർ പറയും ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പാലിക്കണമെന്ന് പറയും. ആ പാലിക്കണമെന്ന് പറയുന്ന സമയത്ത് ഡോക്ടർ കൊടുക്കുന്ന നിർദ്ദേശം പാലിക്കാതെ ഇരിക്കുകയാണെങ്കിൽ ആ അസുഖം ഏത് തരത്തിലേക്ക് പോകും? ഓക്കെ, ഇനി ഡോക്ടർ പറയുന്ന അതേ ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഫോളോ ചെയ്ത് മെഡിസിൻസ് ഒക്കെ പ്രോപ്പറായിട്ട് എടുത്ത് ഡയറ്റ് ഒക്കെ പ്രോപ്പറായിട്ട് എടുത്ത് പോകുമ്പോൾ ഷുഗർ കൺട്രോൾഡ് ആവുകയും അല്ലെങ്കിൽ ഷുഗർ ഒരു ലെവലിൽ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കുകയും ചെയ്യും. അതിനു വേണ്ടി നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പാലിക്കണം അല്ലെ? ഡോക്ടർ തരുന്ന ഇൻസ്ട്രക്ഷൻസ് പാലിക്കണം. അതേപോലെ തന്നെയാണ് ഇവിടെ. കാരണം ഒരു ക്ലെൻസിങ് കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഹീലിംഗ് കഴിയുന്ന സമയത്ത് ഓരോരുത്തരോടും ഓരോ കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കും നിർബന്ധമായിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ എപ്പോഴും പറയും, എല്ലാവരോടും പറയും, മെഡിറ്റേഷൻ ചെയ്യുക എന്ന് പറയും. മെഡിറ്റേഷൻ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞിട്ടാണ്. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഇന്ന രീതിയിൽ ചെയ്യണം, എന്നിട്ട് ഇത്ര ദിവസം എന്നെ ഫോളോ ചെയ്യണം, എനിക്ക് അങ്ങോട്ട് വിളിക്കാൻ പറ്റിയില്ലെങ്കിലും എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യണം, ഓരോ ധ്യാനത്തിന്റെ അല്ലെങ്കിൽ മെഡിറ്റേഷന്റെ അനുഭവം ഞാൻ മറ്റു ഷെയർ ചെയ്യണം, ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ആ ഹീലിംഗ് അവസാനിപ്പിക്കുക. പിന്നീട് ലൈഫ് ലോങ് എനിക്ക് എത്ര നാൾക്ക് അവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യണം താല്പര്യമുണ്ടോ അത്രയും നാൾക്ക് അവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യുകയും ഞാനുമായിട്ടൊരു ബന്ധം കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവുകയൊക്കെ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മള് അല്ലെങ്കിൽ ലൈഫ് ലോങ് നമ്മൾ ഒരു ഹീലിംഗ് എടുത്തു, ലൈഫ് ലോങ് അത് മതി എന്ന് കരുതരുത്. കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈല്, നമ്മളുമായിട്ട് ഇടപെടുന്ന ആൾക്കാര്, ഇതെല്ലാം പ്രശ്നമാണ്. കാരണം ഒരു ഹീലിംഗ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഹീലിംഗ് നമ്മൾ എടുത്തു എന്ന് കരുതി ലൈഫ് ലോങ് നമുക്ക് അതിനെ ലോക്ക് ചെയ്ത് വെക്കാൻ കഴിയില്ല. കാരണം എന്താണ്, നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ഒരു പ്രശ്നമാണത്. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ എന്നും പല്ല് തേക്കുകയും കുളിക്കുകയും റെഗുലർ ആയിട്ട് ചെയ്യാറുണ്ട്. അതുപോലൊക്കെ തന്നെ ഒരു പ്രൊസീജിയറാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നതും. നെഗറ്റീവ് ചിന്തിക്കാതിരിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അല്ലെങ്കിൽ തന്നെ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ഓറ ഏൽക്കാതിരിക്കാനും ചക്രാസിനെ ഏൽക്കാതിരിക്കാനും ക്ലെൻസ് ചെയ്ത് മാറ്റുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കാരണം നമ്മുടെ ആസ്ട്രൽ ബോഡി, അതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങളുടെ ശരീരത്തിനുള്ളതാണെന്നുള്ള ബോധം നിങ്ങൾക്ക് വേണം. പലപ്പോഴും ആ ബോധം ഇല്ലാതെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അല്ലെ? നമ്മുടെ ആത്മാവിന്റെ ഇഷ്ടത്തിനുള്ളതല്ല നമ്മുടെ ജീവിതം. നമ്മുടെ ഇഷ്ടത്തിനുള്ളതാണ്. എന്റെ ജീവിതം എന്റെ ഇഷ്ടമാണ്, എന്റെ സൗകര്യമാണ് എന്റെ ജീവിതം എന്നുള്ള ചിന്തയിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. അപ്പൊ ആത്മാവ് പല ഇൻസിഡന്റിലൂടെ പല കാര്യങ്ങളിലൂടെ ഈ ശരീരവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആത്മാവിന്റെ വിളി എന്നതിനേക്കാൾ ഉപരി ആ രോദനം എന്ന് പറയും. ആ രോദനം കേൾക്കാൻ നമ്മൾ നിന്ന് കൊടുക്കുന്നില്ല, നമ്മൾ വളരെ ശ്രദ്ധിക്കുന്നില്ല. എന്താണ് നമ്മുടെ ശരീരം സ്വീകരിച്ചിരിക്കുന്ന സോളിന് വേണ്ടതെന്ന്, സോളിന്റെ പർപ്പസ് എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല. അപ്പോ ഒരു ഹീലർ വന്ന് ഇവിടെ നിങ്ങളുടെ സോളിനെ ഉണർത്തുകയും, നിങ്ങളുടെ സോളിനെ ഉണർത്തുക മീൻസ് നിങ്ങളുടെ ചക്രാസ് ഓപ്പൺ ആവുകയും നിങ്ങളുടെ ഓറാസ് ആക്ടിവേറ്റ് ആവുകയും ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സോൾ ഉണരുന്നു. ആ സോൾ ഉണരുന്ന സമയത്ത് ആ സോൾ കുടികൊള്ളുന്ന ശരീരത്തെ ഒരു ദേവാലയം പോലെ കൊണ്ടു നടക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുള്ളതാണ്. പക്ഷെ അത് നമ്മള് മറന്നു പോകുന്നു. അത് മറന്നു പോകുന്ന സമയത്ത് വീണ്ടും കുറെ വർഷങ്ങൾക്ക് കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾക്ക് ഒരു ഹീലറുടെ സഹായം ആവശ്യമുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് വേണ്ടി മെഡിസിൻ സ്വീകരിച്ചില്ല. മെഡിസിൻ മീൻസ് നിങ്ങളുടെ മെഡിറ്റേഷൻ ഒരു മെഡിസിൻ ആണ്. ആ മെഡിസിൻ നിങ്ങൾ സ്വീകരിക്കുന്നില്ല. അത് സ്വീകരിക്കാതെ വരുമ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് എന്റെ ഹീലിംഗ് സെക്ഷൻ എല്ലാം അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരോടും ഞാൻ പറയും, ലൈഫ് ലോങ് നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ആണ് ഹീലിംഗ്. എപ്പോൾ നിങ്ങൾക്ക് ഒരു ഹീലർ നിങ്ങൾക്ക് ക്ലെൻസ് ചെയ്തു തന്ന നിങ്ങളുടെ ഓറയും നിങ്ങളുടെ ചക്രാസും പിന്നീട് ബ്ലോക്ക് ആകാതിരിക്കാനും വീണ്ടും ക്ലെൻസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്താതിരിക്കാനും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്യുക എന്ന് പറയുമ്പോൾ ഞാൻ മന്ത്രജപങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ഒരുപാട് മന്ത്രങ്ങൾ ജപിക്കുന്ന ഒരാളാണ്. മെഡിറ്റേഷൻ ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ, മന്ത്രം
നമശിവായ എന്ന് പറഞ്ഞൊരു മന്ത്രം, വളരെ ഈസി ആൻഡ് എഫർട്ട്ലെസ് ആയിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഓം നമശിവായ എന്നുള്ള മന്ത്രം, ആ മന്ത്രം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ആ മന്ത്രം നമ്മൾ ജപിക്കുന്നുണ്ട്. പക്ഷെ പരമശിവൻ എന്ന് പറഞ്ഞ സത്യത്തിൽ എന്താണ് നമ്മളെ പഠിപ്പിച്ചു തരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ ശക്തി? നിന്റെ ഉള്ളിലാണ് ഈശ്വരൻ കുടികൊള്ളുന്നത്. നീ നിന്നോടൊപ്പം ഇരിക്കാൻ ശ്രമിക്കുന്നില്ല. അപ്പൊ ഇവിടെ ഒരു ഹീലർ മെഡിറ്റേഷൻ ചെയ്യണമെന്ന് നിങ്ങളോട് പറയുമ്പോൾ, മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ സോളിനോടൊപ്പം, നമ്മുടെ ഉള്ളിലെ ശക്തിയോടൊപ്പം, അല്ലെങ്കിൽ ആ ശക്തി എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ നിമിഷത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ ഇതാണ് മെഡിറ്റേഷൻ തരുന്ന ഒരു പവർ എന്ന് പറയുന്നത്. അപ്പൊ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലൈഫ് ലോങ് പ്രൊട്ടക്ഷൻ ആണ്. നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുമായിട്ട് ഇടപെടാം, ടോക്സിക് റിലേഷൻഷിപ്പിൽ ചെന്ന് പെടാം, അല്ലെങ്കിൽ ഒരുപാട് ബഹളങ്ങളുള്ള ഒരു സ്ഥലത്ത് ചെന്ന് നിങ്ങൾ പെട്ടുപോയി. അപ്പൊ അപ്പോഴൊക്കെ നിങ്ങളുടെ ഓറ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ റെഗുലർ ആയിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാളായിരിക്കണം. അപ്പൊ ഇതിനെ മെഡിറ്റേഷനെ ഒരു മെഡിസിൻ എന്നും പറയാൻ കഴിയും. അപ്പൊ ഇങ്ങനെ ഒരുപാട് അത്ഭുതകരമായ കാര്യങ്ങളാണ് നമ്മുടെ ഈ പ്രപഞ്ചത്തിനകത്തുള്ളത്. അപ്പൊ ഈ സത്യങ്ങൾ ഒരു ഹീലർ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരുന്ന സമയത്ത് നിങ്ങൾ അതൊക്കെ പാലിക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ക്ലെൻസ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് നിങ്ങളുടെ ആസ്ട്രൽ ബോഡി ഉൾപ്പെടെ അടങ്ങുന്ന നിങ്ങളുടെ ഫിസിക്കൽ ബോഡിയും നിങ്ങളുടെ ആസ്ട്രൽ ബോഡിയും ഒരു ഹീലറെ ക്ലെൻസ് ചെയ്ത് നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ ആ ക്ലെൻസ് ചെയ്ത് തന്ന സാധനം, അല്ലെങ്കിൽ ആ ക്ലെൻസ് ചെയ്ത് തന്ന ആ ആസ്ട്രൽ ബോഡിയുടെ ഓറ ചക്രാസ് ഒക്കെ പിന്നീട് നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് അത് സാധിക്കും. അപ്പൊ ഇതൊക്കെ വളരെ ഈസി ആൻഡ് എഫർട്ട്ലെസ് ആയിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത് കുറച്ച് കാര്യങ്ങളോടൊന്ന് നിങ്ങളിലേക്ക് എത്താനുണ്ടെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്തത്. യൂസ്ഫുൾ ആയെന്ന് ഞാൻ കരുതുന്നു. ഇത്തരത്തിലൊരു ചിന്തയോടുകൂടി ഇന്നത്തെ വീഡിയോ തീരുകയാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. എന്റെ 2 വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെയും ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ജെൻസ് ഉള്ളി ഫീമെയിൽസ് ഉള്ളി 2 വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ശനി ഞായറും 8 to 9 നൈറ്റ് അതിൽ ഫ്രീ ക്ലാസ്സസ് ഉണ്ട്. ലോ ഓഫ് അട്രാക്ഷന്റെ ഫ്രീ ക്ലാസ്സസ് ഉണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. അതോടൊപ്പം തന്നെ ഹീലിംഗിന്റെ നമ്പർ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു സന്തോഷകരമായ ഒരു കാര്യം, എന്റെ 111 റീബർത്ത് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനല് തമിഴില് ഇന്ന് സ്റ്റാർട്ട് ആവുകയാണ്. സോ എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് ഉണ്ടാവണം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണും വരെ താങ്ക്സ് ഓൾ.